ഇന്നീ വാങ്കഡയിലെ പുൽനാമ്പുകൾ പോലും ത്രസിച്ചിരിക്കണം. ഉയർന്നുയർന്നൊരു ലക്ഷ്യത്തെ നോക്കി നീലക്കടൽ പിന്തിരിഞ്ഞില്ല. തോറ്റു തുടങ്ങുന്ന ദൈവത്തിന്റെ പോരാളികൾ. ഇനി ആ വിശേഷണങ്ങൾ കർത്തതലങ്ങൾ എവിടെയാണ്? വാങ്കഡ ഒരിക്കലും നിശബ്ദതയിൽ മൂകമാകില്ല. രോഹിത് റിക്കൽട്ടൺ. കൊൽക്കത്തയുടെ ഹൃദയത്തിലേക്ക് ഇന്നിവിടെ മുംബൈ തീർത്തതൊരു നിലയ്ക്കാത്ത ആഘോഷരാവ്. ലക്ഷ്യമങ്ങ് കഠിനമെങ്കിൽ അപ്രാപ്യതയിലേക്ക് അവരുടെ സഞ്ചാരമാണ്. കിരീട സ്വപ്നങ്ങളിലേക്ക് സ്വന്തം മൈതാനം അവർക്കായി ഇന്നീ ദിനം കാത്തുവെച്ചു. വിജയരാവിൽ ഗ്യാലറിയിൽ ആ ദൈവത്തിന്റെ മധുര പുഞ്ചിരിയും. രഹാനയിൽ കരുത്താർജിച്ചാണ് കൊൽക്കത്തയുടെ തുടക്കം. മുംബൈക്കായി പന്തെടുത്തവർക്കെല്ലാം അവർ ബാറ്റുകൊണ്ട് മറുപടി നൽകി. 67മായി നായകൻ മുന്നിൽ നിന്ന് നയിച്ചതോടെ ഉയർന്നുയർന്നവർ റൺമല കയറി. 17ൽ 37മായി കിവിക്കരുത്തരിൽ ഒരുത്തൻ ഫിന്നലൻ. രഘുവംശിയുടെ അർദ്ധശതകം 33മായി റിങ്കുവിന്റെ കലാശക്കൊണ്ടും. 220 കൊണ്ട് മുംബൈയിൽ അവർ ഹിമാലയം കണക്കെ ഉയർന്നതാണ്. വിക്കറ്റ് മൂന്നുകളുമായി ഹർദൂലിന്റെ പോരാട്ടമില്ലായിരുന്നെങ്കിൽ ഇനിയുമേറെ മോഹിക്കാമായിരുന്നു റൈഡേഴ്സ് പടയ്ക്ക്. അമിത പ്രതീക്ഷയുടെ അഭിനിവേശം അവർക്കുള്ളിൽ സ്വപ്നങ്ങൾ ഉണർന്നിരിക്കണം. എന്നാൽ നീല ജേഴ്സി അണിഞ്ഞാൽ ഏതു മണ്ണും അയാൾക്കൊരുപോലെ എന്നവർ മറന്നു. ഉൾഷോട്ടുകളുടെ രാജകുമാരനെ ആർത്തിരമ്പിയ ജനക്കൂട്ടം ആനയിച്ചു. അതെ, 38ാം വയസ്സിലും ശരീരവും മനസ്സും പാകപ്പെടുത്തി തുനിഞ്ഞിറങ്ങിയ ഒരു മനുഷ്യൻ. അന്ന് കണ്ടുമറന്നതൊന്നും ഇനി കാണാനാകില്ലെന്ന് കരുതുകയും വേണ്ട. കോഹ്ലി ഒരു മിന്നും തുടക്കമിട്ടാൽ രോഹിത്തിനത് പിന്തുടരാതെ വയ്യ. തുടക്കം മുതൽ സിക്സറാൽ ക്രിക്കറ്റ് പ്രേമികളുടെ മനം നിറച്ച സമാനതകളുടെ വേലിക്കെട്ടുകളില്ലാത്തൊരു ഇന്നിംഗ്സാണ്. റിക്കൽട്ടന്റെ മാസ്മരികതയിൽ മുംബൈ ആരാധകർ അടങ്ങാത്ത ആരവങ്ങളാൽ ആഘോഷം തീർത്തു. കുതിച്ചുയർന്ന സ്കോർ ബോർഡിലേക്ക് അടങ്ങാതെ അവരത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സുനിൽ നരയൻ, വരുൺ ചക്രവർത്തി, മുസബറാണി, അങ്ങനെ പേരുകേട്ട കൊൽക്കത്തൻ വജ്രായുധങ്ങൾ നിലയ്ക്കാത്ത താണ്ഡവത്തിൽ നിർവീര്യമായി. ഇനി ആ 2027 ലോകവേദിയും അന്യമല്ലെന്നയാൾ ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞു. 38 പന്തുകളിൽ 78. ജയമുറച്ചപ്പോൾ എത്ര നിസ്സാരമായാണ് ലക്ഷ്യത്തിലെത്തിയത്. റിക്കൽട്ടന്റെ 81. പിന്നെയെല്ലാം ചടങ്ങുകൾ മാത്രമായതോടെ മത്സരഫലം വ്യക്തം. 5 പന്തുകൾ ബാക്കിയാക്കി വിക്കറ്റ് ആറുകളുടെ ത്രസിപ്പിക്കും ജയം. ചേസിംഗ് എടുത്താൽ മുംബൈ മാറ്റിയെഴുതിയ റെക്കോർഡ് പുസ്തകമാണ്. ഇതുപോലൊരു മോഹിക്കും തുടക്കം ആഗ്രഹിക്കാത്തവരുണ്ടോ? ഇതുപോലൊരു ചേസിംഗ് വിരുന്ന് സ്വപ്നം കാണാത്തവരുണ്ടോ? തോറ്റു തുടങ്ങുന്ന പതിവ് വർഷങ്ങളുടെ നിരാശ തളം കെട്ടിയ കാലം മായ്ച്ചാണ് വരവ്. രോഹിത് പടുത്തുയർത്തിയ ചരിത്ര പുസ്തകത്തിൽ ഇതുകൂടി നമുക്ക് രേഖപ്പെടുത്താം. ഈ വരവിൽ അവരോളം ആത്മവിശ്വാസം ആർജിക്കാൻ എതിരാളിക്ക് സാധിക്കുമെങ്കിൽ മാത്രം വിജയമോഹവുമായി നീലപ്പടയോട് പോരിനിറങ്ങാം.